ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലെ 6th പോയിൻ്റാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് നോക്കാം. എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കമ്പനീസ് ആക്റ്റിൽ. ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ദ പെർപെച്വൽ സക്സഷൻ ആൻഡ് കോമൺ സെയിൽ. അതായത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ലോ. അത് റിയൽ പേഴ്സൺ അല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോയാണ്. ഒരു പെർപെച്വൽ സക്സഷനും അതേപോലെ തന്നെ ഒരു കോമൺ സീലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ക്യാൻ എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട് ഓപ്പണിംഗ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ദ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും അല്ലെങ്കിൽ അത് വാലിഡാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി വാലിഡാണ്, അത് ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു വാലിഡ് കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. അതേപോലെ തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബാങ്കർ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കണം. അതാണ് ഇനി നെക്സ്റ്റ് വരുന്ന പോയിൻറ്റ്സ്. Precautions to be taken by the banker while opening a bank account in the name of joint stock companies. ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബാങ്കേഴ്സ് എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്നാണ് വരുന്നത് അടുത്തത്. ഫസ്റ്റ് പോയിൻ്റ്, എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്. The power and responsibility of a joint stock company is governed through so many important documents. Therefore, a banker should thoroughly check all these documents before opening an account in the name of the company. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൻ്റെ റെസ്പോൺസിബിലിറ്റീസും പവേഴ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബാങ്കർ നന്നായി ചെക്ക് ചെയ്യണം എല്ലാ ഡോക്യുമെൻറ്റ്സും. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഡോക്യുമെൻറ്റ്സും ചെക്ക് ചെയ്യണം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും മുമ്പ്. അങ്ങനെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. എന്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? ദ ബാങ്കർ മസ്റ്റ് ചെക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ടു എൻഷുർ ദ കമ്പനീസ് അപ്ലൈയിങ് for opening an account is a duly registered and incorporated body. The certificate provide a proof to the banker about the company's existence. Certificate of incorporation എന്ന് പറയുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കമ്പനി എക്സിസ്റ്റൻ്റ് ആണ് എന്ന് പ്രൊവൈഡ് ഉള്ളതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു ബാങ്കർ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും മുമ്പ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. Then certificate of commencement of business. A public limited company can start business only after receiving the certificate of commencement of business. Therefore, a banker should examine the document to ensure that company is competent to enter business contract. Such certificate is not needed in the case of private limited company. Certificate of commencement of business എന്ന് പറയുന്നത് പബ്ലിക് സെക്ടേഴ്സിൻ്റെ കാര്യത്തിലാണ് വേണ്ടത്. അതായത് ഈ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്താൽ മാത്രമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനീസിൻ്റെ കാര്യത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി ആൻഡ് വിച്ച് കൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് ബൈ ലോ. It contains some important information about the company such as name of the company, its authorized capital, the name of the state in which the company is registered, the object of the company, the liability of its members. The banker should examine the different clauses of memorandum. Any act done by the company which is not permitted by the memorandum in ultra വൈസ്. അതായത് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ പറയുന്ന സർട്ടിഫിക്കറ്റിൽ അടങ്ങിയിട്ടുള്ളത് കമ്പനിയുടെ നെയിം, അതേപോലെ തന്നെ അതിൻ്റെ ക്യാപിറ്റൽ, അതിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, ഏത് സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ ഉള്ളത്. ഇത് ഒരു കമ്പനിയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ്. ഒരു കമ്പനി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷനിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. Then article of association.
ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കണ്ടെയ്ൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ആ കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? പവേഴ്സ് ഓഫ് ദി ഡയറക്ടേഴ്സ്, ദ പ്രൊസീജിയർ ഓഫ് ബോറോയിങ് ആൻഡ് ലിമിറ്റ് ഓൺ ബോറോയിങ്, the power of directors to borrow money and the mortgage of companies asset, the procedures and authority to draw, endorses, checks, bills, etc. നെക്സ്റ്റ് വരുന്ന നെക്സ്റ്റ് എടുക്കേണ്ട പ്രിക്കോഷൻ ആണ് കോപ്പി ഓഫ് ദ ബോർഡ്സ് റെസൊല്യൂഷൻ. സെക്കൻഡ് പോയിൻ്റ് ആണ് പ്രിക്കോഷൻസിലെ copy of the board's resolution. The banker should ask for a copy of the board's resolution appointing him as the banker of the company. The resolution should be signed by the chairman of the meeting and countersigned by the secretary of the company. Such resolution should state the name of the person who have authorized to operate the bank account. അതായത് ബോർഡിനൊരു റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ കോപ്പിയാണ് ഈ കോപ്പി ഓഫ് ദ ബോർഡ് റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ളത് ആ ഒരു കമ്പനിയുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണറുടെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ളത് അത് സൈൻ ചെയ്യുന്നത് ചെയർമാൻ ആയിരിക്കും, അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ദ കമ്പനി ആയിരിക്കും ഈ കോപ്പി ഓഫ് ദ ബോർഡ്സ് റെസൊല്യൂഷൻ സൈൻ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് ആണ് ബോറോയിങ് പവേഴ്സ് ഓഫ് ദ കമ്പനി. ദ ബോറോയിങ് പവർ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഈസ് കൺട്രോൾ ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ബോറോയിങ് പവർ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക്, അതായത് ബോറോ ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു എമൗണ്ട് ബോറോ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ബോറോ ചെയ്യാനുള്ള കമ്പനിയുടെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ കൺട്രോൾ അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ് ഉള്ളത്. ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദ കമ്പനീസ് ആക്ട്, എ കമ്പനി കനോട്ട് ബോറോ മണി ഇൻ എക്സസ് ഓഫ് ദ അഗ്രിഗേറ്റ് ഓഫ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി പ്ലസ് ഇറ്റ്സ് ഫ്രീ റിസർവ് വിത്തൗട്ട് കൺസിഡർ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. ഒരു കമ്പനിക്ക് ഒരിക്കലും ഒരു ലിമിറ്റിന് മുകളിൽ ബോറോ ചെയ്യാൻ പറ്റില്ല. അതായത് എക്സസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. എന്തിനു മേലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന് മേലെ എക്സസ് ചെയ്യാനും പറ്റില്ല ഒരു കമ്പനിക്ക് അതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ബോറോ ചെയ്യാനുള്ളത്. ഈ കമ്പനിക്ക് എന്തെങ്കിലും ബോറോ ചെയ്യണമെങ്കിൽ അതിന് കൺസെൻ്റ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ജനറൽ മീറ്റിംഗ് ഒക്കെ അതൊന്നും നടത്താണ്ട് ഒരു കമ്പനിക്ക് ബോറോ ചെയ്യാൻ പറ്റില്ല. പവർ ഓഫ് ദ ബോറോയിങ് പവർ ഓഫ് കമ്പനിയിൽ ഇതാണ് വരുന്നത്. ദെൻ വൈൻഡിങ് അപ്പ്. At the time of winding up of the company, the power of directors cease. The bank, after receiving the notice of the resolution of winding up, should not honor the check drawn by the director unless such power is granted to them in general meeting of the shareholders. കമ്പനിയുടെ വൈൻഡപ്പിൻ്റെ സമയത്ത് ഡയറക്ടേഴ്സിൻ്റെ പവർ സീസ് ചെയ്യും. അപ്പോൾ ദ ബാങ്കർ ആഫ്റ്റർ റിസീവിംഗ് ദ നോട്ടീസ് റെസൊല്യൂഷൻ വൈൻഡിങ് അപ്പ് ഷുഡ് നോട്ട് ഓണർ ദ ചെക്ക് ഡ്രോൺ ബൈ ദ ഡയറക്ടേഴ്സ് അൺലെസ് സച്ച് പവർ ഈസ് ഗ്രാൻറ്റഡ് ടു ദം ഇൻ ജനറൽ മീറ്റിംഗ് ഓർ ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. Then directors' personal account. In certain cases, the directors of the company may issue their powers. They might deposit a company check in their personal account. Under such circumstances, the banker should make proper inquiry regarding the genius of transaction. Otherwise, the banker will held responsible to loss incurred of the company. ഇത് ഡയറക്ടേഴ്സ് പേഴ്സണൽ അക്കൗണ്ടിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനിയുടെ ചെക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ എമൗണ്ട് അതിലുള്ള എംപ്ലോയീസിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഫ്രോഡ്നെസ്സൊക്കെ ചെയ്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്കൊക്കെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡയറക്ടേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ബാങ്കർ കണ്ടുപിടിക്കുന്നത്. ഇത് ബാങ്കറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഡയറക്ടേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ചെക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ്, അഡീഷണൽ പ്രിക്കോഷൻ ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കണം. പ്രൈവറ്റ് കമ്പനീസ് ആർ ജനറലി ഫോംഡ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് സോൾ ട്രേഡർ ഓർ പാർട്ണർഷിപ്പ് ഇൻ ഓർഡർ ടു എൻജോയ് ദ വേരിയസ് ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി. അതായത് പ്രൈവറ്റ് കമ്പനീസ് എന്തിനാണ് ഫോം ചെയ്തിട്ടുള്ളത്? അതായത് എന്ത് ബിസിനസ്സൊക്കെ സോൾ ട്രേഡ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്
അങ്ങനത്തെയുള്ള ബിസിനസ്സാണ്. അതായത് ബെനിഫിറ്റ് ഓഫ് ദ ബിസിനസ് കമ്പനി പ്രോഫിറ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉണ്ടാവുക. വൈൽ ഓപ്പണിംഗ് എ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് സച്ച് കമ്പനീസ്, പ്രൈവറ്റ് കമ്പനീസിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ദ ബാങ്കർ മസ്റ്റ് ഫോളോ ദ സെയിം പ്രൊസീജിയർ അഡോപ്റ്റഡ് ഫോർ അതർ കമ്പനീസ്. മറ്റ് പബ്ലിക് കമ്പനീസിന് നോക്കുന്നത് പോലെ തന്നെ സെയിം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യണം ഇതിനും. ഹൗവർ ദ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ഡു നോട്ട് റിക്വയർ എ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ് ബിസിനസ്. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ് ബിസിനസ് റിക്വയർ ചെയ്തിട്ടുണ്ടാവില്ല. ദ അക്കൗണ്ട് ക്യാൻ ബി ഓപ്പറേറ്റ് അക്കോർഡിംഗ് ദ മാൻഡേറ്റ് ഗിവൺ ബൈ സച്ച് കമ്പനീസ്. അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മാൻഡേറ്റ് കമ്പനീസ് നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നെക്സ്റ്റ്, ട്രസ്റ്റീസ്. A trustee is the person to whom manage the property is entrusted by one interest. അതായത് ട്രസ്റ്റീസ് ഒരു കമ്പനിയുടെ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത് ആ കമ്പനിക്ക് വിശ്വാസമുള്ള ഒരാളെയാണ് ട്രസ്റ്റി ആയിട്ട് നിയോഗിക്കുക. The person whose benefit the trust is formed called beneficiary. The document by which trust is created called trust deed. അതായത് ആ ട്രസ്റ്റിയിൽ നിന്നും ആരാണോ ആ കാര്യങ്ങളുടെ ബെനിഫിറ്റ് സ്വീകരിക്കുന്നത് അയാൾ ബെനിഫിഷ്യറി എന്നും. ദ ഡോക്യുമെൻറ്റ് വിച്ച് ദ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ്, ട്രസ്റ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ പറയുന്നത് ട്രസ്റ്റ് ഡീഡ് എന്നാണ്. ദ ബാങ്കർ ഷുഡ് ടേക്ക് ഫോളോയിങ് പ്രിക്കോഷൻ ബിഫോർ ഓപ്പണിംഗ് അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ട്രസ്റ്റീസ്. അതായത് ട്രസ്റ്റീസിൻ്റെ നെയിമിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ബാങ്കേഴ്സ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ദ ബാങ്കർ ഷുഡ് thoroughly examine the trust deed in order to ascertain the nature of the trust, the name of the trust, the power of the trust and other terms and conditions. ട്രസ്റ്റിയുടെ പേര്, അതേപോലെ തന്നെ അവരുടെ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റൂൾസും കണ്ടീഷൻസും ആ ട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ഒരു സ്റ്റഡി നടത്തണം. ദെൻ ഹീ ഷുഡ് ഓൾസോ ഗെറ്റ് സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ട്രസ്റ്റ് ഡീഡ് ഓഫ് ഫ്യൂച്ചർ ഡിഫറൻസ്. അതായത് ആ ട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു സർട്ടിഫൈഡ് കോപ്പി ഉണ്ടായിരിക്കണം, അതായത് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട്. ദെൻ ഇൻ കേസ് ഓഫ് 2 or more ട്രസ്റ്റീസ്, ഒരു കമ്പനിക്ക് 2 അതിൽ കൂടുതലോ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ദ ബാങ്കർ ഷുഡ് ആസ്ക് ഫോർ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് ഹൂ ഷാർ റെസ്പോൺസിബിൾ ടു ഓപ്പറേറ്റ് എ ട്രസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ബാങ്കർ കൃത്യമായിട്ട് ആരുടെ പേരിലാണ്, ഇപ്പോൾ 2-3 ഉണ്ടെങ്കിൽ ഒരാളുടെ പേരിലായിരിക്കും അക്കൗണ്ട് തുടങ്ങണേ. അപ്പോൾ ആരാണ് റെസ്പോൺസിബിൾ ഉള്ള പേഴ്സൺസിനെ കുറിച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. If one or more trustees die or retire, the authority of remaining trustees depend upon the provision of the trust deed. അതായത് ഇപ്പോൾ 2-3 ട്രസ്റ്റിയിൽ ഒരാൾ മരിച്ചു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ്സൊക്കെ വന്ന് റിട്ടയറൊക്കെ ആവുകയും ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് ട്രസ്റ്റീസ് നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ് ഡീഡ് ഉണ്ടല്ലോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ പ്രൊവിഷൻ ഓഫ് ട്രസ്റ്റ് ഡീഡിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ 8th പോയിൻ്റ് പ്രിക്കോഷൻസിൽ ക്ലബ്സ്, അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ്. Clubs, societies and charitable and religious institutions, libraries, schools, colleges are non-trading organization. The organization is work for non-profit. അതായത് പ്രോഫിറ്റിന് വേണ്ടി എല്ലാവരും മെയിനായിട്ട്. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ദ ബാങ്കർ ഷുഡ് ഫോളോയിങ് പ്രിക്കോഷൻ വൈൽ ഡീലിംഗ് ദം. ഇങ്ങനെയുള്ള നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനെ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ്, ഇൻകോർപ്പറേറ്റഡ് ബോഡി. എ സൊസൈറ്റി ഗെറ്റ്സ് ലീഗൽ റെക്കഗ്നേഷൻ ഓൺലി വെൻ ഇറ്റ്സ് രജിസ്റ്റേർഡ്. അതായത് ആ ഒരു ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഫനേജസ് ആവാം. അപ്പോൾ അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ റൂൾസ് ആൻഡ് ബൈ ലോസ് ഓഫ് ദ സൊസൈറ്റി. ദ ആക്ടിവിറ്റീസ് ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി ഈസ് കൺട്രോൾഡ് ബൈ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ഓഫ് മെമ്മോറാൻഡം. ദ ബാങ്കർ ഷുഡ് ഗെറ്റ് കോപ്പി ഓഫ് ലോ. അതായത് വാലിഡ് ആണ്, അതായത് ലോഫുൾ, അതായത് നിയമപരമായിട്ടാണ് അത് നടത്തണേ. എല്ലാ റൂൾസും സൊസൈറ്റിയുടെ അത് തുടർന്നു കൊണ്ട് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസൊല്യൂഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി. ദ ബാങ്കർ ഷുഡ് ഓൾസോ ഗെറ്റ് എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റ്. അതായത് ബാങ്കർ ഒരു കോപ്പി കെപ്റ്റ് ചെയ്യണം, അതായത് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജിംഗ് കമ്മിറ്റി. ദ ബാങ്കർ ആസ് ദ ബാങ്കർ ഓഫ് ദ സൊസൈറ്റി. ദ നെയിം ഓഫ് ദ പേഴ്സൺ ഓർ പേഴ്സൺ ഹു ഹാസ് എംപവർഡ് ടു ഓപ്പറേറ്റ് അക്കൗണ്ട് ആൻഡ് ഷുഡ് മെൻഷൻ ഇൻ സച്ച് എസ് റെസൊല്യൂഷൻ. അതായത് ആരാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു
അവരെക്കുറിച്ചുള്ള റെസൊല്യൂഷൻ ഉണ്ടാക്കി വയ്ക്കണം. നെക്സ്റ്റ് പോയിന്റ് ഇസ് ബോറോയിങ് പവർ ഓഫ് ദ സൊസൈറ്റി. ദ ബാങ്കർ ഹാസ് ടു അസർട്ടൈൻ ഫ്രം by the law that whether the organization had power to borrow money from outside sources. അതായത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മണി ബോറോ ചെയ്യാനുള്ള പവറാണ് അതിൽ പറയണത്. അതായത് ബാങ്കർ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറൊരു ഔട്ട്സൈഡിൽ നിന്ന് മണി ബോറോ ചെയ്യാൻ പവർ ഉള്ളതാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. Then transfer of fund. It is duty of a banker to ensure society's funds are not transferred to private account of the person who are unauthorized to open account. അതായത് സൊസൈറ്റി കൊടുക്കുന്ന എമൗണ്ട്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ സൊസൈറ്റി കൊടുക്കുന്ന എമൗണ്ട് അത് ആ ഓർഗനൈസേഷനിൽ തന്നെ ആ ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അത് മറ്റുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കണം. താങ്ക് യു.